എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് മോട്ടിവേഷൻസ് പറയാം. ക്യാൻസർ രോഗം വന്നവർക്കും രോഗമുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം പ്രയോജനപ്പെടും. ആത്മധൈര്യം, അതായത് മനസ്സിൻ്റെ കരുത്ത്, അതൊരിക്കലും വിട്ടുകളയരുത്. രോഗത്തിൽ നിന്ന് പുറത്തു വരും എന്ന് ശക്തമായ ഒരു മനക്കരുത്ത് ഉണ്ടായിരിക്കണം. രോഗം നമ്മളെയല്ല കീഴടക്കേണ്ടത്, നമ്മൾ രോഗത്തെ കീഴടക്കണം. അതിനുള്ള ശക്തി, ധൈര്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പ്രതീക്ഷ ഒരു ദീപമാണ്. ആ ദീപം ജ്വലിച്ചു കഴിഞ്ഞാൽ അതിനെ കാറ്റിന് പോലും കെടുത്താൻ സാധിക്കില്ല. നമ്മളെ തളർത്താനായിട്ട് 100 പേര് കാണും. നമ്മൾ തളരാൻ പാടില്ല. നമ്മളെ ഒരു ശക്തിക്കും തളർത്താൻ സാധിക്കരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1000 കാണും, 1000 പേര് കാണും. നമ്മൾ നാളെ മരിക്കും എന്ന് കരുതി സംസാരിക്കുന്നവർ കാണും. നമ്മൾ ഒരു അത്ഭുത ജീവിയായിട്ട് നമ്മളെ നോക്കുന്നവർ കാണും. ഇതൊന്നുമല്ലാത്ത കുറേ ആൾക്കാർ കാണും. ആ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത്. അപ്പം നമ്മൾക്ക് ആ ഒരു സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ, ആ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ നമുക്ക് ആ ഒരു കരുത്ത് അത്യാവശ്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ മനസ്സെപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക. എപ്പോഴും എൻഗേജ് ആയിരിക്കുക. മനസ്സിനെ ചിന്തിക്കാൻ വിടരുത്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല പാട്ടുകൾ കേൾക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും ചെയ്യാം. കിച്ചണിലെ ആണേലും മുറ്റത്തെ പോച്ച പറിക്കുക, തൂത്തുവാരുക, തുടയ്ക്കുക, അങ്ങനെ നമുക്ക് എന്തെല്ലാം പണികൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. പുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഏറ്റവും ശക്തമാണ്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ധൈര്യം തന്നെന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വിഷ്ണു സഹസ്രനാമമാണെന്ന്. അപ്പോൾ ഓരോരുത്തർക്കും അതുപോലെ പല കാര്യങ്ങൾ കാണും. അവരവരുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ, ആത്മീയ പ്രസംഗങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതെല്ലാം എപ്പോഴും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പിന്നെ സ്നേഹമായ ഒരു അന്തരീക്ഷം, സ്നേഹമുള്ള കുടുംബാംഗങ്ങൾ, സ്നേഹമുള്ള സുഹൃത്തുക്കൾ, അവരെയൊക്കെ കാണുമ്പം തന്നെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നൊരു ചിന്ത തനിയെ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് സംസാരിക്കാതിരിക്കുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക. ബി പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമുക്ക് ചെറുതാണെങ്കിൽ പോലും ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. കരുണയുള്ള മനസ്സോടെ ഇരിക്കുക.
സന്തോഷത്തോടെ ഇരിക്കുക, നന്നായിട്ട് വിശ്രമിക്കുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. അത് നമുക്ക് രോഗത്തെ ചെറുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാളിൽ രോഗം വരില്ല, വന്ന രോഗം തിരിച്ചു പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ ചിന്തകളും പ്രവർത്തികളും സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ആക്കി മാറ്റുക. ഞാൻ മരണം കണ്ട് തിരിച്ചു വന്നതാണ്. അന്ന് മുതൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ദൈവം ഇട്ടിട്ടുണ്ടായിരിക്കും. ഏതോ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായിരിക്കും ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴുമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെന്താണ് ദൈവം എനിക്ക് തന്ന ആ ഒരു നിയോഗം എന്താണ് എന്ന് ഞാനിങ്ങനെ എപ്പോഴും ചുറ്റിനും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ അടുത്തേക്ക് വരും, തീർച്ചയായിട്ടും വരും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. രോഗം വന്നാലും തളരാൻ പാടില്ല. രോഗത്തെ ജയിക്കണം. രോഗത്തിന് ശരീരത്തിലെ ബാധിക്കാൻ പറ്റും, മനസ്സിനെ ബാധിക്കാൻ പറ്റത്തില്ല. രോഗം എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്, അത് നമ്മൾ മുഴുവനല്ല, ഒരു ഭാഗമാണ്. ഇന്ന് ആധുനിക ട്രീറ്റ്മെൻറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്, നല്ല നല്ല ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് പണ്ട് ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അന്ന് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുക, അന്നത്തെ ഒരു രീതി അതാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പോയി ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് അഡ്വാൻസായി, കീമോതെറാപ്പികൾ, റേഡിയേഷൻസ്, അങ്ങനെ എന്തെല്ലാം ആധുനിക സജ്ജീകരണങ്ങൾ. അപ്പം നമ്മൾ ഈ അസുഖത്തെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അസുഖം വന്നു, ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അസുഖം വരാത്തവർ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മളതിന് നമ്മുടെ കണ്ണും മനസ്സും ചെവിയും മൂക്കും വായും എല്ലാം നല്ലത് ഭക്ഷിക്കാനും നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും നല്ലത് ശ്വസിക്കാനും നല്ല ആഹാരം കഴിക്കാനും ഒക്കെയായിട്ട് ശ്രമിക്കുക. മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിടുക. മനസ്സെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളതിനെ ശ്രദ്ധിക്കാനേ പോകണ്ട. നമ്മളെപ്പോഴും എൻഗേജ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ഇങ്ങനെ നമ്മളെ പതറിക്കത്തില്ല. എപ്പോഴും എൻഗേജ് ആയിരിക്കുക. കാരണം നമുക്ക് കീമോ സൈഡ് എഫക്റ്റുകളും ഒക്കെ കൊണ്ട് ചിലർ ഡിപ്രഷൻ വരെ വരുന്നവരുണ്ട്, ആങ്സൈറ്റി വരുന്നവരുണ്ട്, കൗൺസിലിങ് അതുപോലെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്നവരുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇനിയിപ്പോൾ അതൊന്നും ഒരു മോശമല്ല. കാരണം നമ്മൾ ആശുപത്രിയിൽ കാണുന്ന മരണങ്ങൾ അത് വല്ലാത്തതാണ്. ആ മരണം കഴിഞ്ഞ ബെഡിലാണ് നമ്മൾ അടുത്ത അഡ്മിഷനിൽ വന്ന് കിടക്കുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ നമുക്ക് ആരോട് പറയാൻ പറ്റത്തില്ല, അവർ വിഷമിക്കുമോ എന്നുള്ള ചിന്തകൾ നമ്മൾ ഉള്ളിലടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു 6, 7 അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെയുള്ള അഡ്മിഷനിൽ നമുക്കുണ്ടാകുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു ഇതാണ് പ്രാർത്ഥന. ഇപ്പം ഈ ആധുനിക യുഗത്തിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും കുറച്ചിലാണ്. നിരീശ്വരവാദികളും ഒക്കെയുള്ള കാലമാണല്ലോ. പക്ഷെങ്കിൽ
നമ്മൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ദൈവമേന്നേ വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മേന്നേ വിളിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആ പ്രാർത്ഥനയുടെ ശക്തി വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും അത് പറയും. ഞാൻ അഡ്മിറ്റായ സമയത്ത് എല്ലാം മറന്ന് ഏതോ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അമൃതയിലെ കർട്ടനുകളൊക്കെ ഓറഞ്ച് കളറിലാണ്, പക്ഷെങ്കിൽ എനിക്കിപ്പോഴും അത് വെള്ളയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ അഡ്മിഷനിൽ എല്ലാ കർട്ടനുകളിലും വെള്ള കളറാണ് ഞാൻ കാണുന്നത്. ഏതോ ഒരു ലോകത്ത് അമ്മയെ തപ്പി നടക്കുന്ന ഞാനായിരുന്നു. അതിൽ നിന്ന് ഇന്ന് നിങ്ങളോട് ഈ ഒരു രീതിയിൽ സംസാരിക്കാനും ഈ ഒരു ചാനൽ ഇങ്ങനെ ഉണ്ടാക്കാനും ഒക്കെ ശക്തി തരുന്നത് ആ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണല്ലോ ദൈവം. എനിക്ക് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ശക്തിയിൽ വിശ്വസിക്കുക. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് വിശ്രമിക്കുക, നമുക്ക് ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, വ്യായാമം, എക്സസൈസ് ചെയ്യുക, അതുപോലെ പ്രാർത്ഥിക്കുക, വായിക്കുക, എപ്പോഴും എൻഗേജ് ആയിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.